നരേന്ദ്രമോദി സർക്കാരിനെ വീണ്ടും പ്രശംസിച്ച ശശി തരൂർ എം പി 78 വർഷത്തിനിടെ രാജ്യത്തെ അടിസ്ഥാന നയങ്ങൾ മാറിയെന്ന ശശി തരൂർ വിദേശ നയത്തിലും രാഷ്ട്രീയത്തിലും അത് പ്രതിഫലിക്കുന്നു. മോദി സർക്കാർ ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്നു. കേന്ദ്രീകൃത ഭരണത്തിൽ BJPയെ വിശ്വസിക്കുന്നതായും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ രാജ്യമേറെ മുന്നോട്ട് പോയതായും ശശി തരൂർ. നന്ദഗോപൻ വീണ്ടും ചേരുന്നു വിവരങ്ങളുമായി. നന്ദഗോപൻ, കഴിഞ്ഞ ദിവസമാണ് ശശി തരൂരിൻ്റെ ഒരു ലേഖനം അത് പ്രസിദ്ധീകൃതമായത്. അതിൽ അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്തെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെയും അതുപോലെ മകൻ സഞ്ജയ് ഗാന്ധിയുടെയും ക്രൂരമായിട്ടുള്ള പ്രവൃത്തികൾ അനാവരണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലേഖനം ആയിരുന്നു അത് കോൺഗ്രസ് വൃത്തങ്ങളിൽ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കി. ഇപ്പോഴിതാ നരേന്ദ്രമോദി സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് ശശി തരൂർ എത്തുന്നു. 78 വർഷത്തിനിടെ രാജ്യത്തെ അടിസ്ഥാന നയങ്ങൾ മാറി എന്നതടക്കം ഈ സർക്കാരിനെ പ്രകീർത്തിക്കുന്ന നിരവധി പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. ശശി തരൂരിനെതിരെ കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. കാരണം നേരത്തെ തന്നെ ശശി തരൂരിനെതിരെ നടപടിയെടുക്കണം. കാരണം കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് പല പരാമർശങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശശി തരൂർ കൂടുമാറ്റത്തിന് ശ്രമിക്കുകയാണോ എന്നൊരു ആക്ഷേപം കോൺഗ്രസിനകത്ത് നിന്ന് ഉയർന്നിരുന്നു. ഇപ്പോഴിതാ വീണ്ടും അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ശശി തരൂർ ഏത് പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്? അദ്ദേഹത്തിനെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കുമോ? നന്ദഗോപൻ. അനിൽ നമ്പ്യാർ, അതായത് രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് പ്രധാനമെന്ന് പലകുറി ശശി തരൂർ ആവർത്തിച്ചതാണ്. ഏതാണ്ട് അതേ നിലപാടുകൾ ഉറച്ചു നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിനതീതമായി നരേന്ദ്രമോദി സർക്കാരിനെ പുകഴ്ത്തുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ബ്രിട്ടനിൽ ഒരു ഇന്ത്യൻ യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച പരിപാടിയിലാണ് നരേന്ദ്രമോദി സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് ശശി തരൂർ രംഗത്തെത്തിയത്. അതായത് കഴിഞ്ഞ 78 വർഷം അത് ഭാരതത്തിൻ്റെ വലിയ ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ വലിയ വികസനം, അതായത് വലിയ പരിണാമം ഭാരതത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അത് വിദേശ നയത്തിൽ വളരെ വ്യക്തമാണ്. ഒപ്പം തന്നെ ഭാരതത്തിലെ രാഷ്ട്രീയത്തിലും അത് വ്യക്തമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. അതായത് വിദേശ നയത്തിൽ ഭാരതം കാതലായ മാറ്റങ്ങൾ വരുത്തി. കഴിഞ്ഞ 10 വർഷം ഭാരതം സമ്പാദിച്ചത് ലോകരാജ്യങ്ങളുമായിട്ടുള്ള വലിയ സൗഹൃദം, വലിയ ചെങ്ങാത്തമാണ്. അതായത് ഇതുവരെ UPA സർക്കാരോ അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലുള്ള നയതന്ത്ര ബന്ധമല്ല ഇപ്പോൾ ഭാരതം ലോകരാഷ്ട്രങ്ങളുമായി പങ്കുവെക്കുന്നത്, ലോകരാഷ്ട്രങ്ങളുമായി കീപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ശശി തരൂർ വ്യക്തമാക്കുന്നത്. അതായത് എല്ലാ തരത്തിലും ഭാരതം ഇപ്പോൾ പുരോഗമനത്തിൻ്റെ പാതയിലാണ് എന്നുള്ളതാണ് ശശി തരൂർ പങ്കുവെക്കുന്നത്. ഒപ്പം തന്നെ BJPയുടെ ഭരണത്തെ അദ്ദേഹം പ്രശംസിക്കുന്നു. കേന്ദ്രീകൃതമായ ഭരണമാണ് BJP നടത്തുന്നത്. അതായത് മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പോലെ ഭിന്നിച്ച് ഭരിക്കുക, വിഘടിച്ച് ഭരിക്കുക എന്നുള്ളതല്ല BJPയുടെ നയം എന്നുള്ളതാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നത്. മറിച്ച് കേന്ദ്രീകൃത ഭരണമാണ് BJP നടത്തുന്നത്. അങ്ങനെ ആ കേന്ദ്രീകൃത ഭരണത്തിന് പിന്നിൽ ഭാരതം വലിയ നേട്ടങ്ങൾ കൈവരിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം ദാരിദ്ര്യ നിർമ്മാർജ്ജനം തന്നെയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ഭാരതം വലിയ നേട്ടം കൈവരിച്ചു എന്നുള്ളത് നമുക്കറിയാം. ലോകരാജ്യങ്ങൾ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അടക്കമുള്ള സംഘടനകൾ, ലോകാരോഗ്യ സംഘടനയൊക്കെ തന്നെ വ്യക്തമാക്കിയതാണ്. പല റിപ്പോർട്ടുകളിലും ഇതിനോടകം തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് ഭാരതം ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ വലിയ നേട്ടം കൈവരിച്ചു എന്നുള്ളത്. അതേസമയം ഇപ്പോഴും അത് പൂർണ്ണ തോതിൽ നമുക്ക് അത് സാധ്യമായിട്ടില്ല. എന്നാൽ നരേന്ദ്രമോദിയുടെ ഈ വരുന്ന ഭരണത്തിൽ അത് സാധ്യമാകുമെന്നുള്ളത് തന്നെയാണ് പറയാതെ അദ്ദേഹം ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിലാണ് നരേന്ദ്രമോദിയുടെ ഭരണത്തെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തിയത്. നമ്പ്യാർ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസം പേരെടുത്ത ഇന്ദിരയെയും സഞ്ജയിയും വിമർശിച്ചു. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ആരും കാണിക്കാത്തൊരു ധൈര്യം ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായി. എന്താണ് ആ ധൈര്യത്തിന് പിന്നിൽ, അല്ലെങ്കിൽ എന്താണ് ആ സാഹചര്യം എന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു. ഏതായാലും കോൺഗ്രസിനുള്ളിൽ ശശി തരൂരിനെതിരെ പാളയത്തിൽ പടയൊരുക്കുകയും കേന്ദ്ര സർക്കാരിനെ വീണ്ടും പ്രശംസിച്ച് പ്രകീർത്തിച്ച് കോൺഗ്രസ് MP ശശി തരൂർ. നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.